ആദ്യമായി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ, ഇത് ഞാൻ ഒരു അളവെടുത്തിരിക്കുകയാണ്, ഇത് ഒരു 2 ഗ്ലാസ് അരി, പച്ചരി ഇതുപോലെ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്രോടെ അല്ലെങ്കിൽ ചേമ്പിലയപ്പം എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. പല നാട്ടിലും പല പേരുകളാണ് ഇതിനുള്ളത്. ഹിമാചൽ പ്രദേശിലൊക്കെ പത്ര എന്ന് പറയും, കർണാടകയിൽ പത്രോഡു എന്ന് പറയും, ഗോവൻ സ്റ്റൈലിലാണെങ്കിൽ പത്രോഡി എന്ന് പറയും. നമ്മൾ മലയാളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊങ്ങിണി സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ പത്രോടെ ഉണ്ടാക്കുന്നത്, അതായത് ചേമ്പിലയപ്പം. അപ്പോൾ കൊങ്ങിണി സ്റ്റൈലിൽ പത്രോടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പത്രോടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ചേമ്പില പറിക്കണം. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ചേമ്പിൻ്റെ ആ ഇലയല്ല, നമ്മുടെ ഈ പാടത്തും വരമ്പത്തും ഉണ്ടാകുന്ന സാധാരണ വെളിയില എന്നൊക്കെ പറയും. ആ ഇലയാണ് നമുക്കിതിന് ആവശ്യം. ഇലയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പറിക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് പറമ്പിലും ഉണ്ട്, എന്നാലും ഇത് കുറച്ചുകൂടി നല്ല ഇലകളാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുൻവശത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ തണ്ടൊന്നും ആവശ്യമില്ല, ഇത്രയും വെച്ചങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഡ്രസ്സൊന്നും ഇടരുത്. എനിക്കങ്ങനെ ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അധികം നല്ലതല്ലാത്ത ഡ്രസ്സ് ഇട്ടത് പറിക്കുന്നത് നല്ലത്. ചേമ്പലക്കറ ഒരിക്കലും പോകുകയില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒരു കെട്ടപ്പത്തിന് ഏകദേശം ഒരു 10-50 ഇലയെങ്കിലും വേണം. 100 ആയാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടുന്നേ ഉള്ളൂ. നമുക്കിപ്പം ഒരു 10-50 ഇലയുടെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇത് കുറച്ച് പ്രോസസ്സുള്ളൊരു കുക്കിങ്ങാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ മുഴുവനായിട്ട് തന്നെ കാണണേ. ഞാനിപ്പോൾ ഇത്രയും ഇല കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വന്നാലും ഒരു 10-60 കൂടുതൽ ഇലകൾ കാണും. നമുക്ക് നോക്കാം എത്രയും വേണ്ടി വരുമെന്ന്. ഈ രീതിയിലുള്ള ചെറിയ ഇലകളാണ് ഈ അപ്പം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. എല്ലാവർക്കും അറിയാം ഇത് ചൊറിയും എന്നുള്ളത്. ഇതിൻ്റെ ഈ തണ്ടും ഈ ഓടിയിരിക്കുന്ന ഈ വേരുകളും മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരെല മാത്രമല്ല, അതിൻ്റെ ചൊറിയുന്ന പാത്തൊക്കെ പോകും. ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കറ ഒഴുകുന്നതും ആ കറയാണ് ചൊറിയുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ നീക്കം ചെയ്യാം. അങ്ങനെ എല്ലാ ഇലയുടെയും ഞരമ്പുകൾ കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഇതൊരു ചെറിയ ഇലയാണ്. ഈ ചെറിയ ഇലയുടെ ഞരമ്പ് ഞാൻ കളഞ്ഞെടുക്കുന്ന രീതി ഒന്ന് കാണിക്കാം. ഇതുപോലെ എത്ര ചെറിയ ഇലയാണെങ്കിലും അതിൻ്റെ ഞരമ്പ് ഇതുപോലെ കളയണം. ഇല കേടാവാതെ തന്നെ ഇതുപോലെ ഇങ്ങെടുക്കാൻ പറ്റും. ഇത്രയും ചെറുതൊക്കെയാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ എല്ലാം വലിയ തണ്ടുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ നീക്കം ചെയ്തെടുക്കണം. എനിക്ക് ഈ വിഭവം പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. അമ്മ കൊങ്കണി വിഭാഗത്തിലെ GSB എന്ന് പറയുന്ന, അതായത് ഗൗഡ സാരസ്വത് ബ്രാഹ്മിൻസ് എന്ന വിഭാഗത്തിൽ പെട്ടതാണ്. ഈ ഒരു വലിയ ഇല എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു ചെറിയ ഇല നമ്മൾ കംപ്ലീറ്റ് ആക്കി. ചെറിയ നെർവ്സ് ഒന്നും ഈ ഞരമ്പുകളൊന്നും വലിയ കാര്യമാക്കണ്ട. മെയിൻ ആയിട്ടുള്ളതൊക്കെ ഇതിൽ നിന്നൊന്നും ആ ഒരു കറയൊന്നും വരത്തില്ല. മെയിൻ ആയിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല ക്ഷമ വേണം ഇതിനൊക്കെ കേട്ടോ. പക്ഷേ നല്ല റിസൾട്ട്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ ഇച്ചിരി ശീലം പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത് ഈ GSB ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്മത്ത്, ഷേണായി, റാവു, വാദ്യാര്, അങ്ങനെ ഒത്തിരി ഈ GSBയിൽ തന്നെ ഒത്തിരി പേരിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വരുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് റാവു വിഭാഗത്തിൽപ്പെട്ടതാണ് ഞങ്ങൾ. അപ്പോൾ ഇത് ഗോവയിൽ നിന്ന് കുടിയേറി വന്നവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ കൊങ്ങിണീസ്. അപ്പോൾ കൊച്ചിയിലാണ് അവർ കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ നാനാവിധ പ്രദേശങ്ങളിൽ അവർ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ വിഭവമാണ്, അതായത് ഞങ്ങളുടെ മെയിൻ ഒരു വിഭവമാണ്. മരിച്ചു കഴിഞ്ഞ് 12ാമത്തെ ദിവസം നടത്തുന്ന ചടങ്ങിൽ ഈ ചേമ്പിൽ വെച്ച് മറ്റൊരു കറിയുണ്ട്. അതില്ലാതെ ആ ഒരു ചടങ്ങ് നമുക്ക് നടത്താനേ പറ്റില്ല. അതവരുടെ ഒരു ചിട്ടയാണ്. ഇത് മാത്രമല്ല, വേറെ കുറേ നിങ്ങൾ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വേറെ പല ഡിഷസും ഉണ്ട് ഇവരുടെ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇവർ നല്ല ഹെൽത്ത് കോൺഷ്യസ് കൂടിയാണ്.
അപ്പോൾ മലയാളികൾ ഇത് ചൊറിയും എന്നുള്ള രീതിക്കാണ് നമ്മളിത് പറമ്പിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. സത്യത്തിൽ ഒരു തവണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് മെയിനായിട്ടുള്ള നെർവ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ കളഞ്ഞെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വന്നോളും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിത് കഴുകാൻ. കാരണം നമ്മൾ ഇതിൻ്റെ ഞരമ്പെടുക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ കാണാം ഇവിടെയൊക്കെ ഇങ്ങനെ കറ പറ്റിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് പാടത്തും പറമ്പിലൊക്കെ നിന്നല്ലേ, അപ്പം നന്നായിട്ട് നമ്മളിത് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ. ഒരു മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇതിനകത്തിടുക. നികക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കണം. കൂടി പോകാൻ പാടില്ല. ഇലയിലേക്ക് നമുക്ക് തേച്ചാണ് കൊടുക്കേണ്ടത്, ഒഴിച്ചല്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം അരി അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ പച്ചരി ഇതിനകത്തേക്ക് ഇട്ടു. കപ്പ് തേങ്ങ, ഒരു ഇത്രയും മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കായമാണ്. അത് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അരയത്തില്ല. അപ്പോൾ കായം, വലിയ സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. കാര്യം ഈ ഇലയിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടുതലായിട്ടിരിക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതത്ര ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി വേണം നമ്മുടെ പുളിയിടാൻ. ഈ പുളി എല്ലാവർക്കും അറിയാൻ പറ്റും. ചിലയിടത്ത് ബിമ്പിളി, പുളിഞ്ചിക്ക, ഇരുമ്പൻ പുളി, ഇവിടെയാണെങ്കിൽ ചീമപ്പുളി എന്ന് പറയും. കൊച്ചി ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇരുമ്പൻ പുളി എന്ന് പറയും. അപ്പോൾ ഈ പുളിയാണ് ആവശ്യം. ഈ പുളി നമുക്ക് സ്ലൈസ് ചെയ്തിടാം. അപ്പോൾ പുളി ഏറ്റവും അവസാനം ചേർത്ത് ഇതുപോലെ അരച്ചാൽ മതി. ആദ്യമേ നമ്മൾ ഈ തേങ്ങയുടെ ഒക്കെ ഒപ്പം അരച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അരയത്തില്ല. അപ്പോൾ ഇപ്പോൾ വേണം അത് ചേർക്കാൻ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. സെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല വലിയ ഇലകൾ തന്നെ ആദ്യം നമുക്കെടുത്ത് നിരത്തണം. നിരത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നെടുത്ത് അട്ടിയിട്ട് ബ്രെഡ് പോലെ നിരത്തുന്നതല്ല, കുറച്ച് വീതിക്കങ്ങ് വയ്ക്കണം. കാണിച്ചു തരാം. ഒരെണ്ണം നമ്മൾ വെച്ചു. അതുപോലെ തന്നെ ഇലയുടെ ബാക്ക് സൈഡ് വേണം വയ്ക്കാൻ, തിരിച്ച് വേണം വയ്ക്കാൻ. ഈ ഭാഗത്ത് മാവ് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സൈഡ് വേണം പുരട്ടാൻ. ഇതുപോലെ എല്ലായിടത്തും നല്ല രീതിക്ക് തേച്ച് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരില കുറച്ച് നീക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെയും മാവ് പറ്റണം. പിന്നെയും ഇല വയ്ക്കുക, കുറച്ചുകൂടി നീക്കി. ഇനി ഇങ്ങനെ മാവ് നമ്മൾ നന്നായിട്ട് തേച്ചു. അറ്റത്തൊട്ടൊക്കെ ആക്കാൻ ഇനിയും ഒരു ടെക്നിക്കുണ്ട്. ഇത് നമ്മളിനി ഇങ്ങനെ മടക്കണം. മടക്കി വരുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ കുറച്ച് മാവിങ്ങനെ തൂത്ത് കൊടുക്കണം. ഇതുപോലെ ഇനിയും ഇങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പുരട്ടി ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ഒതുക്കാം. ഇതുപോലെ
ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കണം. ഇനി ഇത് ഇത്രയും ലെങ്ത് ഉണ്ട്, അപ്പോൾ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയത് ഒരെണ്ണം അങ്ങോട്ട് വയ്ക്കുക. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഓരോര വെച്ച് കെട്ടിക്കൊടുക്കണം. ഒരെണ്ണം റെഡിയായി. ഇങ്ങനെ 2 അപ്പത്തിനുള്ള ചേമ്പില കെട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലിട്ട് വെച്ച് കൊടുക്കണം. തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം വയ്ക്കണം, കാരണം ഇതൊരു 1.25 to 2 മണിക്കൂർ വേവുള്ള സംഗതിയാണ്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി തട്ടിലോട്ട് മാറ്റാം. അടച്ച് വെച്ച് ഒരു 1.25 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഹെൽത്തി ഡിഷാണെന്ന്. എൻ്റെ ഹസ്ബൻഡ് ബയോകെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ചേമ്പില എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് റിച്ച് ആണ്. ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഓരോന്നായി വിശദമായി പറയാം. ഇതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ചേമ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. വൈറ്റമിൻ എ, ഇ എന്നിവ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, അതാണ് വൈറ്റമിൻ സി. ഇവ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നായി ബൂസ്റ്റ് ചെയ്യുന്നു, അതായത് പ്രതിരോധ ശക്തി നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബറും പൊട്ടാസ്യവും നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് തുറന്നു നോക്കാം. കറക്റ്റ് 1.5 മണിക്കൂറായി. ആവിയൊക്കെ പറന്ന് നല്ല ചൂടുണ്ട്. ഇതിന് വെന്തോന്ന് നിങ്ങൾ നോക്കാൻ ഒരു കമ്പി വല്ലോ അല്ലെങ്കിൽ ഈർക്കിലിയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ സ്ലൈസ് ചെയ്തിടാം. ഇനി ഇത് കഴിക്കുന്നതിന് ഒരു സാധനം കൂടി കൂട്ടണം, അതുകൂടി കാണിക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താണ് ഇത് കഴിക്കുന്നതെന്ന്. അപ്പോൾ നല്ല ചൂടുണ്ട്. ആ ചൂട് ചേമ്പിലയപ്പത്തിൻ്റെ കൂടെ പത്രോടയുടെ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാണ് ഇത് കഴിക്കുന്നത്. ഇനി ഇത് കഴിക്കാൻ റെഡിയായി. ഇത് ചേമ്പിലയുടെ പൂവാകട്ടോ, കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല ലെയേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബ്രെഡ് സ്ലൈസ് ചെയ്ത് വരുന്ന പോലെ കണ്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് കഴിക്കേണ്ട ഒരു വിധം ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മുക്കി ഇപ്പോൾ ഒരു പീസ് ഇങ്ങനെ എടുത്ത് വെളിച്ചെണ്ണ മുക്കി ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. എൻ്റെ വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.